എല്ലാവരോടും മിണ്ടും, യേശുവിനോട് മിണ്ടും. ദൈവനോട് പറഞ്ഞ രണ്ട് കാര്യം: ഒന്ന് വീട്, രണ്ട് പിള്ളാര്. യേശുവിനെ ഇഷ്ടമില്ല, പുള്ളിക്കാരിക്ക് ദൈവത്തെയും സൈഡാക്കി വെച്ചു. ഈ ലൈവ് നീക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വിരസമായി വെറുതെ ഇരിക്കല്ലേ, ജോലി വെറുതെ വിരസമായി. അദ്ദേഹം പറഞ്ഞ സാക്ഷിയാണ്. വിരസമായി അദ്ദേഹം അതിൽ നോക്കിയിരുന്നു കുറേ സമയം. നീ ഒരു കൊച്ചുമായിട്ട് എലോഹീമിൽ നിന്ന് സാക്ഷ്യം പറയും. നിന്റെ അമ്മയെ വലിയ പ്രതീക്ഷയിലായിരുന്നു നിന്നെ കുറിച്ച്. നിനക്ക് സ്വന്തമായിട്ട് ദൈവം കുഞ്ഞിനെ തരും. നിനക്ക് തലമുറയുണ്ടാകും. രണ്ട്, നിനക്ക് സ്വന്തമായിട്ട് ദൈവം വീട് തരും. മണ്ടനെ മാണിക്യമാക്കുന്ന പോലെ ഒരു ദൈവപ്രവർത്തി നിന്റെ വീട്ടിൽ സംഭവിക്കും. ഈ രാവിലെ ചില ഡിസ്ലൊക്കേഷൻസ് ഒക്കെ നിന്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകാൻ തുടങ്ങുക. യേശുവിന്റെ സൗഖ്യമാക്കുന്ന കരം ഇതിന്റെ നടുവിൽ വ്യാപരിക്കാൻ പോകുകയാ. അധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവിനെ ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് കൈയടിച്ച്, അധരമൊന്ന് തുറന്നൊന്ന് നാവ് ചലിപ്പിച്ച് ഈ രാവിലെ ആ നാമത്തെ ഒന്ന് വിളിച്ച്, ഇങ്ങനെ ദൈവവേലയ്ക്കുള്ള ദൈവത്തിന് വിട്ടേക്കണം. കാര്യങ്ങളൊക്കെ മാറും. ദൈവത്തിന്റെ വലിയ എത്ര പേര് മരിച്ചെന്നാ പറഞ്ഞ്? 4 കുട്ടികൾ. 4 കുട്ടികൾക്ക് പകരം ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തരും. നീ ഒരു തലമുറ എടുത്തോണ്ട് ഇവിടെ ആരാധനയ്ക്ക് വരുന്ന വെളിപ്പാടാണ് ഞാൻ കാണുന്നത്. ഇനി ഒരു തൂതൂടെ എന്നോട് ഞാൻ പറയാം. പിശാച് പർപ്പസ്ലി നിനക്കൊരു തലമുറ ഉണ്ടാകാതിരിക്കാൻ 4 എണ്ണത്തെ ഉദരത്തി വെച്ച് കൊന്നുകളഞ്ഞ ഇന്ന് രാവിലെ കർത്താവ് തിരിക്കാൻ പോവാ. കായീൻ കൊന്ന ഹാബേലിനു പകരം ദൈവം എനിക്കൊരു തലമുറയെ തന്നു എന്ന് പറഞ്ഞ് അവൻ ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്തെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. നിന്റെ വീട്ടിൽ ആരാധന തുടങ്ങാൻ ഈ രാവിലെ ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കാൻ പോവാ. ദൈവനോട് പറഞ്ഞ രണ്ട് കാര്യം: ഒന്ന് വീട്, രണ്ട് പിള്ളാര്. നീ ഒരു കൊച്ചുമായിട്ട് എലോഹീമിൽ നിന്ന് സാക്ഷ്യം പറയും. കർത്താവ് ചെയ്യാൻ പോവാ. എത്ര വയസ്സായി? 40 വയസ്സ്. എത്ര ഉണ്ട്? 47 വയസ്സ്. കുഴപ്പമില്ല. 60 ഉള്ള ആളിന് 2 പിള്ളേരുണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തലമുറയെ തരും. നമ്മുടെ തമ്പുരാൻ വിശ്വസ്തനാണ്. അത് മാത്രമല്ല, ലൈഫിൽ ഒരു പുതിയ വഴി ഇന്ന് രാവിലത്തെ ആരാധനയിൽ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെക്കുന്ന രാവിലെയാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഒരു ദൂതം നിങ്ങളുമായിട്ട് കൈമാറുക. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം ബോംബെ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ വിവാഹത്തെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കുകയല്ല. അതൊക്കെ ഞാൻ പറയും, ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇദ്ദേഹം വിശ്വാസത്തിലാണ്. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. ആ സമയത്ത് അടുത്ത് എന്ത് ചെയ്യുമെന്നറിയില്ല. അവിടെ നിൽക്കണം, ജോലിയില്ല, പൈസയില്ല, എന്നാ ചെയ്യണമെന്നറിയില്ല. ആകസ്മികമായി യൂട്യൂബ് തിരയുമ്പോൾ ബിനു വാഴമുട്ടോ എന്ന് പറഞ്ഞ ആളിനെ അദ്ദേഹത്തിന് പരിചയമില്ല, അദ്ദേഹം കണ്ടിട്ടില്ല, ആരാണെന്നറിയില്ല. യൂട്യൂബ് പരതുമ്പോൾ നമ്മുടെ ലൈവ് മീറ്റിംഗ് അദ്ദേഹം കണ്ടു. ഈ ലൈവ് നീക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വിരസമായി വെറുതെ ഇരിക്കല്ലേ, ജോലിയില്ലല്ലോ, വെറുതെ വിരസമായി. അദ്ദേഹം പറഞ്ഞ സാക്ഷിയാണ്. വിരസമായി അദ്ദേഹം അതിൽ നോക്കിയിരുന്നു കുറേ സമയം. പിന്നെ ഞാൻ പ്രസംഗിച്ചു വരുന്ന വരവിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ജോലിയില്ലാതെ വിദേശ രാജ്യത്തൊരു സഹോദരി എന്നെ കേൾക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും.
അവര് പറഞ്ഞതിന് മുൻപോ പിൻപോ അങ്ങനെ വാക്യം പറഞ്ഞില്ല. തനിക്ക് വേണ്ടി മത്താനെ പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് നേരെ വെച്ച് ഒന്നും നേരെ ഇരുന്ന് ആ ദൂതിന് ആമേൻ പറഞ്ഞു. സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹം ഈ ആരാധന തീരുമ്പോൾ തന്നെ പണ്ടൊരിക്കൽ CV കൊടുത്ത ആള് പറഞ്ഞു, നിനക്ക് ജോലി റെഡി ആയിട്ടുണ്ട്. താൻ എന്നോട് വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു, പാസ്റ്ററെ, അന്നു മുതൽ ഇന്നു വരെ ഞാൻ ഒരു ആരാധനയെ മുടക്കിയിട്ടില്ല. ഓൺലൈനിൽ മുഴുവൻ ആരാധനയ്ക്കുമുണ്ട്. ആദ്യം എനിക്ക് വിരസമാണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് അതിനകത്ത് കയറി അദ്ദേഹത്തിന്റെ ഭർത്താവിനെ ഇവിടെ വിട്ടു. അവര് കുടുംബമായി ഇവിടെ വന്നു. ഒരു കാര്യം നിങ്ങൾ കേൾക്കുക, യേശു വിശ്വസ്തൻ. എൻ്റെ ഫ്രണ്ട് വിനോദ് തിരുവനന്തപുരം, അവനും സെൽവനും രണ്ടുപേരും എന്നെ പാസ്റ്ററെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഏലോകമിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടത് യൂട്യൂബിൽ, അവരെ ഒഴിവാക്കാനായിട്ട്. പാസ്റ്ററെ കുറിച്ചുള്ള നെഗറ്റീവ് പോസ്റ്റുകളാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അത് കാരണം ഞാൻ പാസ്റ്റർ സൈഡാക്കി വെച്ചേക്കുമായിരുന്നു, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അതുപോലെ വേറെ കുറച്ച് പാസ്റ്റേഴ്സിന്. അപ്പം ഞാൻ അങ്ങനെയുള്ള ആരാധന ഒന്നും കൂടത്തില്ല. എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള കുറേ നെഗറ്റീവ്സ് കാരണം ദൈവത്തെയും കുറച്ച് സൈഡാക്കി വെച്ചേക്കുമായിരുന്നു. പുള്ളിക്കാരിക്ക് ദൈവത്തെയും സൈഡാക്കി വെച്ചു. അദ്ദേഹം എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള കേട്ടോ, യേശുവിനെ ഇഷ്ടമില്ല, എല്ലാവരോടും മിണ്ടും, യേശുവിനോട് മിണ്ടത്തില്ല. യേശുവിനെ ഇഷ്ടമില്ല. ജീവിതത്തിൽ അനുഭവിച്ച, ഞാൻ അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം ഈ വിവാഹം കഴിച്ചത് തന്നെ ജീവിതം സാക്രിഫൈസ് ചെയ്ത്. ഞാൻ ചോദിച്ചു, സന്തോഷമാണോ? ഭയങ്കര സന്തോഷമാണ് പാസ്റ്ററെ, സന്തോഷമാണ്. അങ്ങനെ ജീവിതത്തിൽ 1 by 1 അദ്ദേഹം പെന്തക്കോസ്തുകാരിയായിരുന്നു, സ്നാനപ്പെട്ട ആളാണ്, എല്ലാമാണ്. പക്ഷേ ദൈവത്തിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തു. പാസ്റ്റർമാരോട് മിണ്ടില്ല, യേശുവിനോട് മിണ്ടില്ല, പ്രാർത്ഥിക്കില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. എല്ലാം മാറ്റിവെച്ചു ജീവിതത്തിനകത്ത്. പക്ഷെ ഇന്ന് മാറ്റിവെച്ചതെല്ലാം തിരിച്ചെടുത്തു. കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞ, കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിച്ചെന്ന് ഇദ്ദേഹം എന്നോട് ഈ കഥകളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞാൻ പാസ്റ്ററെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ശരിക്കും ഞാൻ ഈ ചൊവ്വാഴ്ച ആരാധന അറ്റൻഡ് ചെയ്തു. ഞായറാഴ്ചയും ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് കാണിക്കയുടെ ടൈമായിരുന്നു. മീൻസ് ഏറ്റവും ലാസ്റ്റ് ആയിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ. അന്നേരം ഞാൻ ആ ഗൂഗിൾ പേയുടെ നമ്പർ എടുത്തിട്ട് ഞാൻ പേ ചെയ്തു, മീൻസ് കാണിക്ക ഇട്ടു. എന്തോ എൻ്റെ മനസ്സിലൊരു കുറ്റബോധം തോന്നി, കാരണം ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാവ് കൊണ്ട്. അപ്പോൾ ദൈവം ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു. ആദ്യം തന്നെ സുഭാഷ് ശങ്കൾ, ഇപ്പം പാസ്റ്റർ കൂട്ടത്തിലാണ്, സുഭാഷ് ശങ്കൾ ഫാമിലിയും. അങ്കിൾ എനിക്ക് ദൂത് പറഞ്ഞിട്ടുണ്ട്, നീ വിദേശത്ത് പോകുമെന്നും നിനക്ക് ജോലി കിട്ടുമെന്നും. പക്ഷേ എനിക്ക് ജോലി കിട്ടിയിട്ട് അത് മാറിപ്പോയി. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയായിരുന്നു, അത് മാറിപ്പോയി. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് കാലതാമസം വരുന്നു എന്നുള്ളതായിരുന്നു എനിക്ക് ടെൻഷൻ. കാരണം ഇല്ല, വേറെ കിട്ടുന്നില്ല, വിസയും തീരാറായി, എനിക്ക് ആകെ ടെൻഷനായി. എന്തുകൊണ്ട്? പക്ഷേ സുഭാഷ് ശങ്കൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്, നിനക്ക് ജോലി നിനക്ക് ദൈവം അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന്. ഈ സൺഡേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ആരാധന. ട്യൂസ്ഡേ ഞാൻ വെറുതെയെങ്കിലും, അതായത് ഞാൻ ഉറക്കം എഴുന്നേറ്റിട്ട് പതുക്കെ ഇങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് ലൈവ് പ്രെയർ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് കാണാം, എന്തായാലും ദൈവം എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് വെറുതെ കാണുന്നത്. ഞാൻ കിടക്കയിലാണ്, ഞാൻ എഴുന്നേറ്റിട്ട് ബ്രഷ് പോലും ചെയ്തില്ല, വെറുതെ യൂട്യൂബ് ഇങ്ങനെ ആരാധന സൈഡിൽ വെച്ചിട്ട് ഞാൻ അതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് കിടക്കുവാണ്. പാട്ട് കഴിഞ്ഞു, ഇടയ്ക്കുള്ള പ്രബോധനം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് പാസ്റ്റർ കയറി വന്നിട്ട്, പാസ്റ്റർ രോഗസൗഖ്യത്തിനെ കുറിച്ചുള്ള തീമായിരുന്നു അന്ന് പ്രസംഗം. മർക്കോസിന്റെ മാളികയിൽ രോഗി ഇറക്കുന്ന ആ ഭാഗമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ 23 ഓഗസ്റ്റ് മാസം എൻ്റെ കയ്യിൽ ഇപ്പോഴും ലിങ്ക് ഉണ്ട്. അപ്പോഴത്തേക്ക് പാസ്റ്റർ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പം ഈ രോഗസൗഖ്യം അതിൽ ഇറക്കിയ ആൾക്കാരുടെ വിശ്വാസത്തെക്കുറിച്ചും മർക്കോസിൻ്റെ മാളിക പൊളിക്കാൻ കാണിച്ച ആ വിശ്വാസത്തെക്കുറിച്ചും പാസ്റ്റർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ വിശ്വാസത്തിൻ്റെ ആ ഒരു ഇങ്ങനെ പവർ വരുവാണ്. പക്ഷെ എനിക്ക് എന്നാലും എന്തോ എന്നെ ഇങ്ങനെ തടഞ്ഞ് നിർത്തുമായിരുന്നു. പെട്ടെന്ന് പാസ്റ്റർ പറഞ്ഞ്, ഇതാ ജോലി ഇല്ലാണ്ട് ഭാരപ്പെടുന്ന ഒരു ആൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നിന്റെ റെസ്യൂം കിട്ടേണ്ട കൈകളിൽ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദി. സത്യം പറഞ്ഞ പിറ്റേ ദിവസം എന്നെ ജോലിക്കായിട്ട് ഒരു ഓഫീസിൽ ജോലിക്കായിട്ടല്ല, ഇൻ്റർവ്യൂവിനായിട്ട്. ഈ പറഞ്ഞ തലേ ദിവസം എൻ്റെ റെസ്യൂം അവിടെ എത്തിയായിരുന്നു. പിറ്റേന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു, എന്നെ ജോലിക്ക് സെലക്ട് ചെയ്തു. എൻ്റെ ഇഷ്ടം, ഞാൻ എങ്ങനെയാണോ മനസ്സിന് ആഗ്രഹിച്ച ഒരു അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ്, പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള എനിക്കൊരു പോസ്റ്റ് കിട്ടി. പിന്നെ എന്താണോ ആഗ്രഹിച്ച ടൈമിങ് 8 തൊട്ട് 3 വരെ എനിക്ക് ജോലി ചെയ്താൽ മതി. 24 hours ഞാൻ അലേർട്ടായിരിക്കണം, പക്ഷേ ബൈ ഫോണിൽ ഞാൻ അലേർട്ടായിരുന്നാൽ മതി. എനിക്ക് സൺഡേ എനിക്ക് ആരാധനയ്ക്ക് പോകാം,
എല്ലാ ചൊവ്വാഴ്ചയും എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈവൻ ഡ്യൂട്ടി ടൈമാണ്, ഞാൻ ചെവിയിൽ ബ്ലൂടൂത്ത് വെച്ചിട്ട് ഞാൻ ഈ ആരാധന അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ ട്യൂസ്ഡേയും ഞാനും ഫാസ്റ്റിംഗ് എടുത്ത് ഞാൻ ഓഫീസിലിരുന്ന് ആരാധന അറ്റൻഡ് ചെയ്യും. സൺഡേ എനിക്ക് ദൈവകൃപയാൽ ഞാൻ അത് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ദൈവത്തെ പോയി ആരാധിക്കണമെന്ന്. ദൈവകൃപയാൽ എൻ്റെ ഓഫീസിലുള്ള 2-3 പേര് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് ടിനു പാസ്റ്ററിൻ്റെ അവിടെ ഒരു ചർച്ച് ഞങ്ങൾക്ക് ആരാധനയ്ക്കായിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി കർത്താവിനെ സ്തുതിക്കാറുണ്ട്. ദൈവത്തിന് നന്ദി. ദൈവം ഒത്തിരി ജീവിതത്തിനകത്ത് യേശുവിനെ സേവിച്ചിട്ട് യേശുവിന്ന് പുറമോട്ട് പോയി അല്ലേ, അതിനുള്ള എല്ലാ തിക്ത അനുഭവിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാമോ, 4 കുഞ്ഞുങ്ങൾ മരിച്ചു പോയി. തനിക്ക് 4 കുഞ്ഞുങ്ങൾ. ഇന്ന് അവർക്ക് കുഞ്ഞുങ്ങളില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ദൂത് പറയുമ്പോൾ അദ്ദേഹം എന്നോട് കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെച്ചാൽ ആളുടെ മനസ്സൊക്കെ തെറ്റിപ്പോയി, കയ്യിൽ നിന്ന് മനസ്സ് പിടിവിട്ടു പോയി. 4 കുഞ്ഞുങ്ങളുടെ സംസ്കാരവും കുഞ്ഞുങ്ങളുടെ നഷ്ടപ്പെട്ടതുമെല്ലാം കണ്ട് തൻ്റെ കയ്യിൽ നിന്ന് മനസ്സ് പിടിവിട്ടു പോയി. അങ്ങനെ താൻ തീരുമാനിച്ചു, ഇനി ദൈവം വേണ്ട, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് യേശുവിന് വേണ്ടി നിൽക്കുക, ഏറ്റവും നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുക, യേശുവിൻ്റെ നാമത്തെ ഉയർത്തുക. വിശ്വാസമൊക്കെ തിരിച്ചു വന്നു അല്ലേ? വിശ്വാസം തിരിച്ചു വന്നു, ആരാധന തിരിച്ചു വന്നു, ദൈവത്തിന് വേണ്ടി ദൈവം വീട് തന്നു അല്ലേ? ദൈവം വീട് തന്നു, വസ്തു തന്നു, അങ്ങനെ നടത്തി ദൈവം അല്ലേ? 2 വർഷം ആകുന്നേ ഉള്ളൂ ഞാൻ അവിടെ ആക്ച്വലി UAE എത്തിയിട്ട്. പക്ഷെ ഇതിനാലിടയ്ക്ക് ദൈവം എനിക്ക് ഇത്രയും എല്ലാം തന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഓ ആരാധന 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 ആരാധന. ഓ വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായ എന്നെയും വിശുദ്ധനായി മാറ്റുന്ന ദാചേര്യമേ. വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായ എന്നെയും വിശുദ്ധനായി മാറ്റുന്ന ദാചേര്യമേ. ഓ കരുണയിൽ സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലെ ഉളവായ ദാനമല്ലോ. കരുണയിൽ സമ്പന്നനോ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലെ ഉളവായ ദാനമല്ലോ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഓ ആരാധന 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 ആരാധന. ഓ ഹല്ലേലൂയാ ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ. മഹത്വമേ മഹത്വമേ പിൻപടയായി വരുന്ന മഹത്വമേ. മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ. ഓ മഹത്വമേ മഹത്വമേ പിൻപടയാൻ വരുന്ന മഹത്വമേ.